നമസ്കാരം. മാറ്റോ ഓൺലൈൻ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന UPSC പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ എഴുതി എല്ലാവരും ഒന്ന് അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പരീക്ഷ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. പരീക്ഷ എഴുതാത്ത ആൾക്കാർ ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കണം. മറ്റ് LDC പരീക്ഷയാണെങ്കിലും LP പരീക്ഷയ്ക്കാണെങ്കിലും ഒക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായവും എൻ്റെ ജസ്റ്റ് ഒരു അനാലിസിസുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്ട്സും അങ്ങനെ ഓരോ ടോപ്പിക്കിനെയും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയാം. എന്നെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് നോക്കിയത് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ തന്നെ ഞാൻ പ്രധാനമായിട്ടും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അതിലൊരു 1-2 ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു. ആ 1-2 ക്വസ്റ്റ്യൻസ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കേണ്ട രീതിയിലുള്ള ചെറിയ രീതിയിൽ പ്രോബ്ലം എന്ന് തോന്നിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള 1-2 ക്വസ്റ്റ്യൻസേ ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും ഒരുവിധം നന്നായി പഠിച്ച ആൾക്കാർക്കെല്ലാം തന്നെ ഫിസിക്സിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും. അതേപോലെ തന്നെയാണ് കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അതുപോലെ സയൻസ് പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത എല്ലാവർക്കും സയൻസ് ഭാഗം അധികം തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. മറ്റ് വിഷയങ്ങളിലേക്ക് വരുമ്പം ഹിസ്റ്ററി പൊതുവെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളെല്ലാം തന്നെ മുമ്പ് പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും അതുപോലെ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വലച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭാഗം മലയാളമാണ്. തീർച്ചയായും മലയാളം വളരെ വളരെ ഉന്നത നിലവാരത്തിലുള്ള ചോദ്യമായിരുന്നു. ഉന്നത നിലവാരം എന്ന് പറയുന്നതിലുപരിയായിട്ട് മലയാളത്തിലെ ചോദ്യങ്ങൾ വളരെയേറെ കടുപ്പം പിടിച്ച ചോദ്യങ്ങളായിട്ടാണ് പല ചോദ്യങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത്. PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ പല കാര്യങ്ങളും പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അതൊന്നും തന്നെ പ്രയോജനപ്പെടുത്താത്ത രീതിയിലുള്ള വേറെ ലെവൽ ചോദ്യങ്ങളാണ് മലയാളത്തിൽ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എത്ര നന്നായി പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറയുന്നത് കുറച്ചൊരു ചാലഞ്ചിങ് ആയിരിക്കും എന്ന് തോന്നുന്നു. 4-5 മാർക്സ് ഒക്കെ നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മലയാളത്തിൽ നിന്ന് എളുപ്പത്തിൽ നേടാൻ പറ്റും. ബാക്കി കുറച്ച് അതാണോ ശരി ഇതാണോ ശരി എന്നുള്ള കൺഫ്യൂഷൻ വരാൻ കൂടുതൽ സാധ്യത മലയാളത്തിലാണ്. ഇംഗ്ലീഷ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും സയൻസ് പറഞ്ഞ പോലെ തന്നെ അത്ര വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. സൈക്കോളജി പാർട്ടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ആ ഒരു പോർഷൻ ഞാൻ ഒഴിവാക്കുകയാണ്. ആ ഒരു പോർഷനെ പറ്റി പറയേണ്ടത് നിങ്ങളാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. മറ്റുള്ളവർക്കും നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. പിന്നെ മറ്റ് പോർഷൻസ് ഇപ്പം ജോഗ്രഫി ആണെങ്കിലും അതുപോലെ എക്കണോമിക്സിൽ നിന്നാണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം നിലവാരം പുലർത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പരീക്ഷ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ചില പോർഷൻസ് നല്ല എളുപ്പമായിട്ടുണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന രീതിയിൽ മറ്റ് ചില ടോപ്പിക്സ് വളരെയധികം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ശരാശരിയിലധികം നിലവാരം പുലർത്തുന്ന ഒരു ചോദ്യപേപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.